ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിനുവേട്ടനത് എങ്ങോട്ടാ? മറുപടി ഇല്ലേ? ഈ പാതിരാത്രി എങ്ങോട്ടാണെന്ന് അറിയാതെ പോണെങ്കിൽ പൊക്കോ. അതെ, വിനുവേട്ടൻ ഒറ്റയ്ക്ക് മതി. എന്റെ ഈ പെങ്ങളെയും കൂട്ടി വേണ്ട. നാട് മുഴുവൻ വിനുവേട്ടനെ പോലെ പഞ്ചപാവങ്ങളാണെന്ന് വിചാരിക്കരുത്. അതിങ്ങെടുക്ക്. അതല്ല ഈ വണ്ടിയിൽ കയറ്റി വയ്ക്കും. മീനാക്ഷി, ഞങ്ങളുടെ വിനുവേട്ടൻ ആരും ഇല്ലാത്തനാണെന്ന് വിചാരിക്കരുത്. ചോദിക്കാനും പറയാനും ഒക്കെ ആളും പേരുമുള്ള ആള് തന്നെയാ. ഞാനൊരു സുഹൃത്തിനെ കുറിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഒരു വീട് റെഡിയാക്കണമെന്ന് പറഞ്ഞപ്പോ അവൻ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. വലിയ സൗകര്യമൊന്നുമില്ലെങ്കിലും അടച്ചുറപ്പുള്ള ഒരു ചെറിയ വീടാ അവൻ പറഞ്ഞു വെച്ചത്. തൽക്കാലം അവിടെ നിന്നിട്ട് പതിയെ നമുക്ക് വേറൊരു വീട് നോക്കാം. എന്തു പറയുന്നു? വിനേഷ് ഓക്കെ അല്ലേ? ഈ ഉപകാരത്തിനൊക്കെ എങ്ങനെ നന്ദി പറയണോന്ന് അറിയില്ല. അതിനൊക്കെ സമയമുണ്ടല്ലോ. തൽക്കാലം നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. ചന്ദ്രു, എന്തു പറഞ്ഞ ചന്ദ്രു ഞാൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടത്? ഉള്ളിലാകെ സങ്കടം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരാശ്വാസ വാക്ക് പോലും കിട്ടുന്നില്ല. ചില നേരത്ത് നമ്മുടെ പ്രായവും വരുമാനമില്ലായ്മയൊക്കെ നമ്മൾ അറിയാതെ നമ്മളെ തളർത്തിക്കളയും. ജീവിതം അങ്ങനെയാ. പാവം പെണ്ണുമോൻ, ഇന്നലെ വരെ നമ്മുടെ ലോകമായിരുന്നു അവന്റെ ലോകം. ഇന്ന് അവന്റേതായ ഒരു ജീവിതം ഉണ്ടായപ്പോ ഇല്ലാത്ത കുറ്റം ചുമത്തി എല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ ഇറക്കി വിട്ടു. പ്രകാശന്റെ കരുതി കൂട്ടിയുള്ള പ്ലാനായിരുന്നു ഇതൊക്കെ. അതാണ് സത്യം. ഈ പാതിരാത്രിക്ക് ഇറക്കി വിടണായിരുന്നു മാധവേട്ട. ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിനെ കൊണ്ട് ഒന്ന് ഉറക്കെ വിളിച്ചു കൂവാൻ പോലും കഴിയാത്ത എന്റെ മോൻ, അതും ഈ രാത്രിയില്. ചന്ദ്രു, മാനത്തെ കൊട്ടാരം